തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി ചുമതലയേൽക്കാമെന്ന് ശ്രീലേഖ വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിൻ്റെ വിഷമം അവരുടെ മുഖത്ത് തന്നെ പലതവണ പ്രകടമാണ്. ഇന്നലെ ആഘോഷങ്ങൾ തുടങ്ങുന്ന വേളയിൽ തന്നെ കോർപ്പറേഷനിൽ നിന്ന് പോകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ പ്രശംസിച്ച് ഒരു പോസ്റ്റ് പോലും ഒന്നിടാൻ പോലും ശ്രീലേഖ തയ്യാറാകുന്നില്ല. കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു. ഇല്ല, ശ്രീലേഖ IPS മനസ്സിലാക്കേണ്ടത് CPM എന്നൊരു കേഡർ പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നോൺ കേഡർ പാർട്ടിയാണ്. എന്നാൽ BJP എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ്. ഇത് RSSൻ്റെ ഒരു കേഡർ പാർട്ടി അതിനകത്തുണ്ട്. ഇപ്പം ജനസംഘം തുടങ്ങി 55 തൊട്ട് തന്നെ കേരളത്തിൽ ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് BJP ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച് വരുന്ന പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് അത്രയും 50-60 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊന്നും അധികാരം നോക്കിയല്ല കേരളത്തിൽ വന്നത്. അധികാരത്തിലോട്ട് പാർട്ടി എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമൊന്നും പറഞ്ഞാൽ പരംവൈഭവം നേതു മേധസ്വരാഷ്ട്രം എന്നാണ് പറയുന്നത്. അല്ല എനിക്ക് അംബാസഡർ ആവണമെന്നോ, അല്ല എനിക്ക് മേയർ ആവണമെന്നോ, അല്ല എനിക്ക് മന്ത്രി ആവണമെന്ന് വിചാരിച്ചിട്ടല്ല സ്വയം സേവകർ ഈ പ്രസ്ഥാനത്തിലോട്ട് വന്നതും അതിനു വേണ്ടിയിട്ട് ബലിദാനം നടത്തിയതും വർഷങ്ങളോളം യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഒരു അധികാരത്തിൻ്റെ ഒരു ശീതളിമ ഒട്ടുമില്ലാതെ പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് BJP. അത് ശ്രീലേഖ IPS മനസ്സിലാക്കണം. പിന്നെ പാർട്ടി ഓരോ ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതിൻ്റെ പുറകെ സംഘത്തിന് അതിൻ്റേതായിട്ടൊരു റോളുണ്ട്. സംഘത്തിന് റോൾ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള അപജയങ്ങൾക്കും അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശ്രീലേഖ IPS ആയാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മളെ അബ്ദുള്ള കുട്ടി ആയാലും ഇവർ സംഘ പരിചയത്തിൽ നിന്ന് അല്ലെങ്കിൽ സംഘ കുടുംബത്തിൽ നിന്നും ഇല്ലാത്തവരാണ്. അപ്പം നമ്മുടെ നിയമസഭയിൽ ഷാജി സാറിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അവരൊക്കെ വന്നു കയറിയ BJPക്കാരാണ്. പല രീതിയിൽ നിന്നും വന്നിട്ട് സംഘത്തിൻ്റെതായ ഒരു ബേസിലല്ലാതെ വന്ന് കയറിയവരാണ് എന്ന് വെച്ചുകൊണ്ട് അവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എഴുത്തി കാണിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുക്കുന്നില്ലെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ സംഘത്തിന് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം സംഘത്തിന് വരുമ്പോഴത്തേക്ക് അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ സംഘത്തിനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്, അധികാരങ്ങളല്ല വരുന്നത്. രാജേഷ് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഘത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് സംഘം അയക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീലേഖ IPS ഇന്നലെ വന്നതേ ഉള്ളൂ പാർട്ടിക്കകത്ത്. അവർ വന്ന ഉടനെ അവർ കോർപ്പറേഷൻ കൗൺസിലറായി. അവർ സർവീസ് ചെയ്യുന്നപ്പോഴത്തേക്ക് DGP ആയിരുന്നിരിക്കാം. പക്ഷെ അതും സംഘത്തിൻ്റെ പാരമ്പര്യമായിട്ട് ബന്ധമില്ല. സംഘ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമല്ല അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഇനിയും ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ദേശീയ തലത്തിലായാലും നമ്മുടെ സംസ്ഥാന തലത്തിലായാലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ് അവർ. BJP സംബന്ധിച്ചുള്ള ഇങ്ങനൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. സംഘ പാരമ്പര്യത്തിലല്ലാതെ വന്ന ഒത്തിരി എന്താ പറയുന്നത് മെമൻറ്റോസ് അവരുടെ ഗാലറിയിൽ ഇരിപ്പുണ്ട്. അതിപ്പോൾ DGP ജേക്കബ് തോമസ് ആയാലും നമ്മുടെ DGP സെൻകുമാർ ആയാലും അങ്ങനെ ഒത്തിരി പേര് പാർട്ടിയിലോട്ട് വന്നവരുണ്ട്. അവരൊരു സ്ട്രീം കണ്ടിട്ടാണ് വരുന്നത്. അവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് പാർട്ടിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശ്രീധരൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തെ പാലക്കാട് മത്സരിപ്പിച്ച് അദ്ദേഹം തോക്കുന്ന ഒരു അവസരം വരെ എത്തിയത്. ഷാബി പറമ്പിൽ നല്ലൊരു ഫൈറ്റാണ് കൊടുത്തത്. എന്നാൽ പോലും അദ്ദേഹത്തെ പോലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശ്രീലേഖ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വലിയ ഒരു ഫിഗറൊന്നും അല്ല. പിന്നെ അവർക്ക് പാർട്ടിയിൽ കൃത്യമായിട്ടുള്ള റോള് കൊടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവും. അവരെ അക്കോമഡേറ്റ് ചെയ്തതിനെ കൊണ്ടും കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡോർ മോഡലിൽ ഇതൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും ശുചിത്വമുള്ള ഒരു സമയത്ത് 60-കളിലും 70-കളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരമായിട്ടാണ് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത്. കാര്യം കുന്നുകളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം കംപ്ലീറ്റ് വാഷായിട്ട് ക്ലീൻ ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്ന പ്ലാനിങ്ങിൽ വന്നിരിക്കുന്ന ഒരുപാട് തകരാറുകളും മറ്റു കാര്യങ്ങളും കാരണം തിരുവനന്തപുരം ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സിറ്റിയായിട്ട് മാറി. അത് തിരിച്ച് ആ വഴിക്ക് പോകാറുണ്ട്. ഇപ്പം ശ്രീ VV രാജേഷ് മേയറായപ്പോൾ ആദ്യ ഇത് തന്നെ വയോമിത്രം പദ്ധതിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നു. പിന്നെ തെരുവ് നായ്ക്കളില്ലാത്ത ഒരു തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷനുള്ള ഒരു വ്യക്തിയാണ്. വിഷനുള്ള 50 കൗൺസിലർമാരാണ്. ഈ 50 കൗൺസിലർമാരിലും ശ്രീലേഖയ്ക്ക് ഒരു IPS ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വർഷങ്ങളായിട്ട് 4-5 തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ച് തോറ്റവരും 3 തവണ ജയിച്ചവരും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷനകത്തുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ട് കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഒരിക്കൽ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അത് വിട്ടുപോകാതിരിക്കാനുള്ളൊരു സംവിധാനമാണ് ചെയ്യുന്നത്. ശ്രീലേഖ IPSനെ DGP ആക്കി
സംഘപരിവാറിനെ മുഷിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഇലക്ഷൻ അടുത്ത ജസ്റ്റ് 3 മാസങ്ങളേ ഉള്ളൂ. മാർച്ച് 30-ന് ശേഷം എപ്പോഴും വേണമെങ്കിലും ഇലക്ഷൻ വരാം. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇലക്ഷനിലോട്ട് പോകാനുള്ള ഒരു കാലഘട്ടം വരും. ആ സമയത്തേക്കുള്ള തയ്യാറെടുപ്പിനാണ് ഇപ്പം BJP കൂടുതൽ. അല്ല, പക്ഷേ ഈ രാജീവ് ഇത് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ഒരു മാറ്റം. അത് രാജീവ് പ്രഖ്യാപിക്കാതെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളും ഈ പ്രചരണവും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും അടുത്തൊരു മേയറായി ശ്രീലേഖ വരുമെന്ന്. അല്ല, ഇപ്പം അവർക്ക് ഉള്ള ഒരു ചാൻസ് ഇപ്പോൾ പോയിക്കൂടാന്നൊന്നുമില്ല. കാര്യം പാർട്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ദ്രൗപദി മുർമുവിനെ നമുക്കറിയത്തില്ലായിരുന്നു, ശ്രീ രാംനാഥ് കോവിന്ദിനെ നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയും കൊണ്ടുവരേണ്ട സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള റോളുകൾ കൊടുക്കുകയും കൊണ്ടുവരികയും ചെയ്യാനുള്ള ഭരണപരമായ പക്വത ആർജിച്ച ഒരു സംവിധാനമാണ് BJP. അത് അവരുടെ ഇന്റേണൽ അഫയേഴ്സാണ്. അത് അവർ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുമെന്നതിലാണ് നമുക്ക് പ്രതീക്ഷ. ചിലപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാജേഷിന് മത്സരിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് അവർ വരും. പക്ഷേ അവർ മേയർ ആവില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. കാര്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും കാര്യം സംവരണം, ഡെപ്യൂട്ടി മേയർ സംവരണമാണ്. അപ്പോൾ രണ്ടും സ്ത്രീകളെ ഏൽപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യത്തിലോട്ട് BJPയുടെ കൗൺസിലർമാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഇവരൊക്കെ ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് പ്രയത്നിച്ച് വെയിലുകൊണ്ട് വേർത്ത് കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരൊക്കെ തഴഞ്ഞിട്ട് വെറുതെ കയറി വന്ന ഒരാൾക്ക്, ഒരു IPS നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ഒരാൾക്ക് പിടിച്ചിട്ട് നേരെ മേയറാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, കിരൺ ബേദിയൊക്കെ പണ്ട് ഇങ്ങനെ ഈ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വന്നിട്ട് ശോഭിച്ചവർ നമ്മുടെ രാഷ്ട്രീയത്തിൽ കുറവാണ്. അതായത് നമ്മുടെ ഫീൽഡിൽ നിന്ന് വന്നവരും ഓഫീസിൽ നിന്ന് വന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം VV രാജേഷിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഓരോ സമരങ്ങളിലൂടെ വന്ന ആളാണ്. ജനങ്ങളുടെ ഏറ്റവും ലോവർ ലെവലിലുള്ള ആൾക്കാരുടെ പൾസ് അറിയാമെന്നുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളായിരിക്കും BJP തീരുമാനിക്കുന്നത്. 5 വർഷവും രാജേഷ് മേയറായിരുന്നൊന്നുമില്ല. ചിലപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ചിലപ്പോൾ മറ്റുത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ രാജേഷിന് വന്നെന്ന് വരാം. ആ സമയത്ത് ചിലപ്പോൾ അവരെ ആക്കിയെന്ന് വരാം. ചിലപ്പോൾ ടേം വൈസ് ആയിട്ട് ചിലപ്പോൾ മാറ്റിക്കൊടുത്തെന്ന് വരാം. അതൊക്കെ BJPയുടെ ഇന്റേണൽ അഫയേഴ്സാണ്. നമ്മൾ നോക്കുന്നത് രാജേഷ് നല്ലവണ്ണം മേയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല നൂതനമായ പദ്ധതികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഭാഗ്യത്തിന് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന വളരെ വിഷനുള്ളൊരു വ്യക്തി നമുക്ക് MP ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഗൈഡൻസ് അദ്ദേഹത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നമ്മൾ MPയും മേയറും രണ്ടുപേരും ബൗദ്ധികമായ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ സഹായം ഇല്ലെങ്കിൽ തന്നെ ഇത്തരം ചില കാര്യങ്ങളിൽ അവർക്ക് കേരളത്തിലെ തിരുവനന്തപുരത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ വിഷൻ. നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുകയാണെങ്കിൽ ഒരു മത്സരമെങ്കിലും നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ നമ്മൾ തിരുവനന്തപുരം നഗരത്തെ സജ്ജമാക്കുമെന്ന് തന്നെയാണ് BJPയുടെ ഒരു പ്രഖ്യാപനം. അതെല്ലാം വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് BJP. ഇന്ത്യയിൽ തന്നെ 3ാമത്തെ ഒരു കേന്ദ്രമാക്കി മാറ്റും, ശുചിത്വവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കും. ഇതെല്ലാം ഇത്രയും വലിയ ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയുമോ 5 കൊല്ലം കൊണ്ട്? ഇല്ല, ഇത് 5 വർഷത്തെ ഒരു കാര്യമല്ല. ഇത് BJP അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിൽ ഗുജറാത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ നോക്കണം, ഇൻഡോറിലുണ്ടായ മാറ്റങ്ങൾ നോക്കണം. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ശുചിത്വമുള്ള, ഏറ്റവും പ്ലാനിംഗ് ഉള്ള, ഏറ്റവും നല്ലൊരു നഗരമായിട്ട് മാറി ഇൻഡോർ. അപ്പോൾ മേയർമാർ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും സംഘം അതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. കാര്യം തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരസഭ വളർന്നെങ്കിലും നഗരം വളർന്നിട്ടില്ല. തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വളരെ വികസനം മുരടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെയുള്ള 4 കോർപ്പറേഷനുകളുണ്ട്. ഈ 4 കോർപ്പറേഷന് കണക്ട് ചെയ്തൊരു ബസ് സർവീസ് പോലും തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. നെയ്യാറ്റിൻകര, വർക്കല, നെടുമങ്ങാട്, ആറ്റിങ്ങൽ കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒരു ബസ് സർവീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് സർവീസ് പോലും ഇല്ല. ഇപ്പം മറ്റ് നഗരങ്ങളിലായിരുന്നെങ്കിൽ ഞാൻ 90കളിൽ ഞാൻ ബോംബെയിലായിരുന്നു. നവി മുംബൈ എന്നുള്ള ഒരു നഗരം തന്നെ സ്വപ്നം കണ്ടു. അന്ന് അവർ പറഞ്ഞ് കേട്ടിരുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് നമ്മൾ 99-ൽ ചിന്തിച്ചതാണ്. അവിടെയാണ് ഇപ്പോൾ നവി മുംബൈയിൽ പുതിയ എയർപോർട്ട് വന്നത്. അന്ന് കലംബോലി എന്നാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ കലംബോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എയർപോർട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പറയുന്ന ഒരു ഇത് പ്രാന്താന്ന് വിചാരിക്കും. കാര്യം ഒരു കട്ടക്കാടായിരുന്നു. അവിടെ കാടും ചതുപ്പൊക്കെ കൂടെ നടന്ന സ്ഥലമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ബോംബെക്ക് തുല്യമായിട്ട് നവി മുംബൈ വളർന്നെങ്കിൽ അതിൻ്റെ പുറത്തുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയും അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ട്രിഡ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട് തിരുവനന്തപുരത്ത്. അതെന്തെങ്കിലും ചെയ്യണമായിട്ട് അറിയത്തില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇരിക്കാനും കോൺഗ്രസ്സുകാർക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ട്രിഡയുടെ ഒരു റോളും നമുക്ക് കാണുന്നില്ല. തിരുവനന്തപുരത്ത് നയനാട് കാലത്ത് വന്ന ഒരു ടെക്നോ പാർക്കിൻ്റെ വികസനം
ഇതുവരെയും ആ കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിന് അപ്പുറത്തേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സാധിച്ചത് തിരുവനന്തപുരത്ത് ബാക്കി 4 മുനിസിപ്പാലിറ്റികൾക്ക് സാധിക്കാൻ പറ്റുന്നുള്ള കാര്യമേ ഉള്ളൂ. ഇപ്പം സ്ഥലമെടുപ്പിലായാലും ഇതിൻ്റെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആയാലും റെയിൽവേ ഒരുപാട് പുറകിലാണ്. അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് പുതിയ ട്രെയിൻ തുടങ്ങാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരേ സമയത്ത് പ്ലാൻ ചെയ്തതാണ് പിന്നെ നേമവും കൊച്ചുവേളി വികസിച്ചു, നേമം വികസിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് വികസിച്ചില്ല? അതിന് രാഷ്ട്രീയമായുള്ള ഇച്ഛാശക്തി, അത് ഇടപെടാനുള്ള നേതാക്കളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശ്രീ രാജേഷിനെ പോലുള്ള ഒരാൾ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം ഒരു വികസനത്തിന് കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹം ഒറ്റയ്ക്കല്ല, BJPയുടെയും സംഘത്തിൻ്റെയും നല്ലൊരു ടീം അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട്. സംഘത്തിനെ സംബന്ധിച്ചോളം തിരുവനന്തപുരം ഇനി കൈവിടാൻ പറ്റാത്തൊരു നഗരമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഭരണം ഇനി രാജേഷാണോ ശ്രീലേഖ ആണോ എന്നല്ല, പക്ഷേ അതെന്നും ഭരിക്കുന്നത് BJP ആയിരിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരം കൊടുക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കും.